ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡാറ്റ അനാലിസിസ് യൂസിങ് BigQuery എന്ന വെബിനാറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വെബിനാറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തെല്ലാന്ന് വെച്ചാൽ എന്താണ് ഡാറ്റ അനാലിസിസ് എന്നും എന്തിനാണ് നമ്മൾ BigQuery യൂസ് ചെയ്യുന്നതെന്നും ഈ വെബിനാറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ഡാറ്റ അനാലിസിസ് യൂസിങ് BigQuery എന്നത് ഡാറ്റ അനാലിസിസ് യൂസിങ് BigQuery എന്ന കോഴ്സിൻ്റെ കണ്ടന്റ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഈ വെബിനാറിൽ നിങ്ങൾ ഈ കോഴ്സിലേക്ക് എൻറോൾ ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യും. കരിയർ ഓപ്പർച്യൂണിറ്റി ഡിസ്കസ് ചെയ്യും. ജോബ് പ്രോസ്പെക്റ്റും ഡിസ്കസ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഈ കോഴ്സിൽ എങ്ങനെ എൻറോൾ ചെയ്യാമെന്നും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാം റെഡി അല്ലേ? നമുക്ക് ആദ്യം ഡാറ്റ അനാലിസിസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, ഞാനിവിടെ പിസ്സാൻ്റെ ഒരു ടേബിൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിലെന്തെല്ലാം ഉണ്ട്? പിസ്സ ID ഉണ്ട്, പിസ്സ ടൈപ്പ് ഉണ്ട്, സൈസ് ഉണ്ട്, പ്രൈസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഒരു പിസ്സ സ്റ്റോറിൽ അവർ കളക്ട് ചെയ്ത് വെച്ച ഡാറ്റ ആണ്. ഇവിടെ ടോട്ടൽ എത്ര? ഇതിൽ ഒരുപാട് റോസുകളുണ്ട് ഇല്ലേ? വ്യത്യസ്തമായ റോസുകളുണ്ട്. ഒരു പിസ്സ ID-യിൽ പിസ്സ ടൈപ്പ് മെൻഷൻ ചെയ്യുന്നത്, അത് ലാർജോ മീഡിയം സ്മാൾ ആണോ എന്ന് മെൻഷൻ ചെയ്യും. ഇവിടെ ലാർജ് മാത്രമാണ് എടുത്തത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ പ്രൈസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ആകെ എത്ര റോസ് ഉണ്ട് ഈ ടേബിളിൽ? 96 റോസുകളുണ്ട്. കണ്ടില്ല ഇവിടെ 96. അപ്പോൾ ഇങ്ങനത്തെ ഒരു ടേബിള് പിസ്സ ഷോപ്പിലുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ മാനേജർ പറയാം, ഇതിൽ നിന്ന് എനിക്ക് എന്താക്കണം? മാനേജർ എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ, നിങ്ങൾ ഈ ലാർജ് സൈസിലുള്ള പിസ്സ കണ്ടുപിടിക്കണം. പക്ഷെ ആ ലാർജ് സൈസ് ആയിരിക്കണം. പക്ഷെ പിസ്സൻ്റെ പ്രൈസ് എന്തായിരിക്കണം? ലെസ് ദാൻ 18 രൂപൻ്റെ അടിക്കുള്ള പിസ്സ കണ്ടുപിടിക്കണം എന്നാണ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് BigQuery കോഡ്സ് എഴുതി. അല്ല, BigQuery യൂസ് ചെയ്തിട്ട് ഒരു ചെറിയൊരു ക്വറി എഴുതി. അതിൻ്റെ ഔട്ട്പുട്ടാണ് ഇത് കിട്ടിയത്. കണ്ട, ഇതിൽ പിസ്സ ID ഉണ്ട്, പിസ്സ ടൈപ്പ് ID ഉണ്ട്. അതിൻ്റെ സൈസ് എന്താണ്? സൈസ് ലാർജ് ആണ്. പ്രൈസ് ഈ സെലക്ട് ചെയ്തതിൻ്റെ എല്ലാം പ്രൈസ് 18 രൂപൻ്റെ താഴത്തുള്ളതാണ്. അപ്പോൾ അതിന് 90 എണ്ണം നേരത്തെ ഉണ്ടായിരുന്നു. ആകെ നമ്മളെ ഈ കണ്ടീഷൻ പ്രകാരമുള്ളത് ആകെ 4 ഉള്ളൂ. ഓക്കെ, മാനേജർ ഇത് കണ്ടപ്പോൾ മാനേജർക്ക് നല്ല സന്തോഷമായി. അപ്പോൾ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന ഇതാണെന്ന് മാനേജർക്ക് അറിയാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മാനേജർ ഇതിന് ഒരു 10% ഓഫ് ഇട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അതുകൊണ്ട് ആ പിസ്സ ഷോപ്പിൽ എന്താക്കി, ഏറ്റവും കൂടുതൽ ആൾക്കാരെ നമുക്ക് എത്തിക്കാനും ഈ ഓഫർ കൊണ്ട് സാധിച്ചു. ഈ രീതിയിൽ ഇങ്ങനത്തെ കാര്യത്തിനൊക്കെയാണ് ഡാറ്റ അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതേപോലെ തന്നെ വ്യത്യസ്തമായ ഏത് മേഖലയാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, എല്ലാ മേഖലയിലും ഇതെല്ലാം എഫക്റ്റീവാണ്. ഇപ്പം ഒരു സെയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ എഫക്റ്റീവാണ്. അതേപോലെ തന്നെ നിങ്ങൾ സെയിൽ മാനേജർ ആണെങ്കിൽ അവരെ സെയിൽസ് ഏതെല്ലാമാണ് സെയിൽസ് കൂടുതൽ വരുന്നത്, ആ ഏരിയയിൽ കൂടുതൽ ജോലിക്കാരെ നിലനിർത്തണം. ഇന്ന കാര്യത്തിനെല്ലാം ഡാറ്റ അനാലിസിസ് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഒരു അക്കൗണ്ടൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്യാഷ് വരുന്ന ഏരിയകൾ ഏതെല്ലാം കണ്ടെത്താനും ഇതിനൊക്കെ ഡാറ്റ അനാലിസിസ് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഡാറ്റ അനാലിസിസ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ,
ഈ ഡാറ്റ അനാലിസിസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് നമ്മളെടുത്ത് കളക്ഷൻ മില്യൺസ് ഓഫ് ഡാറ്റകളുണ്ട്. ഈ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആവശ്യമായ ബിസിനസ്സിന് ആവശ്യമായ സ്ട്രാറ്റജിക് ഡിസിഷനാണ് നമ്മൾ ഈ ഡാറ്റനെ പ്രോസസ് ചെയ്തിട്ട് എടുക്കുന്നത്. ഓക്കെ, ഈ ഡാറ്റ അനാലിസിസ് ഏതെല്ലാം ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്? ഫിനാൻഷ്യൽ, റീറ്റെയിൽ, ഹെൽത്ത് കെയർ, ടെക്നോളജി, എല്ലാത്തിലും ഇത് ഈ ഡാറ്റ അനാലിസിസ് ഇന്ന് വൈഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഡാറ്റ അനാലിസിസ് നമ്മൾ എന്തിനാ ബിഗ്ക്വറി യൂസ് ചെയ്യുന്നത്? ഓക്കെ, MySQL ഉണ്ടല്ലോ ഡാറ്റ അനാലിസിസ്. അപ്പോൾ MySQL യൂസ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ടാബ്ലോ വിഷ്വലൈസേഷൻ, ടാബ്ലോ PA ഒക്കെ ഉള്ളത്. അപ്പോൾ അതൊന്നും യൂസ് ചെയ്യാതെ നമ്മൾ ബിഗ്ക്വറി യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, ബിഗ്ക്വറി യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് മില്യൺസ് ഓഫ് ഡാറ്റ മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സ്മാൾ ഡാറ്റ മുതൽ ലാർജ് ഡാറ്റ വരെ അനാലിസിസ് ചെയ്യാൻ ബിഗ്ക്വറി കൊണ്ട് ഈസിയാണ്. അതും വളരെ റിയൽ ടൈമിൽ അപ്ഡേഷൻ വരുന്ന ഡാറ്റകളെല്ലാം. ഇപ്പം ഒരു 10 മിനിറ്റ് ഇപ്പോൾ വാട്സപ്പൊക്കെ എല്ലാ ദിവസവും 12 മണിക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം നമുക്ക് ബിഗ്ക്വറി യൂസ് ചെയ്തിട്ട് റിയൽ ടൈമിൽ അനാലിസിസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ബിഗ്ക്വറി ഗൂഗിള് പ്രൊവൈഡ് ചെയ്യുന്ന, ഗൂഗിളാണ് ബിഗ്ക്വറിൻ്റെ, ഗൂഗിളിൻ്റെ സർവർ ബേസ്ഡ് ഒരു ഡാറ്റ അനാലിസിസ് ടൂളാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സർവറിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. നമ്മളെ മെമ്മറി ഒന്നും നമുക്ക് എന്താകുന്നില്ല, നഷ്ടമാകുന്നില്ല. നമ്മളെ സിസ്റ്റത്തിന് മെമ്മറി ഒന്നും നഷ്ടമാകുന്നില്ല. പിന്നെ ഓരോ മണിക്കൂറിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന ഡാറ്റ ആണെങ്കിലും അത് സെപ്പറേറ്റ് നമ്മളെ MySQL ആണെങ്കിൽ നമ്മളെ സിസ്റ്റത്തിലേക്ക് എല്ലാം അപ്ഡേറ്റ് ചെയ്ത ഡാറ്റകളെല്ലാം നമ്മൾ എന്താക്കണം, ഇടയ്ക്കിടയ്ക്ക് ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതിന് വരുന്നില്ല. പിന്നെ ഇതിൻ്റെ ഓൾമോസ്റ്റ് ക്വറീസ് എല്ലാം SQL ബേസ്ഡ് ക്വറിയാണ്. അപ്പോൾ ബിഗ്ക്വറി പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു 90% SQL ക്വറി നിങ്ങൾ പഠിക്കും. അതുകൊണ്ട് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് SQLൻ്റെ MySQL പഠിക്കേണ്ടി വരില്ല. അപ്പോൾ ഒറ്റ ബിഗ്ക്വറി പഠിക്കുന്നത് കൊണ്ട് തന്നെ MySQL കൂടി നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാം. പിന്നെ ഈ ഡാറ്റ ഫ്ലെക്സിബിൾ ആണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്. നമ്മൾ എത്ര ഡാറ്റ ഫെച്ച് ചെയ്യുന്നു, എത്ര ഡാറ്റ എടുക്കുന്നുണ്ടോ സർവറിന്, അതിന് മാത്രം പൈസ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡാറ്റകൾ കണ്ടെത്തുക, എന്നിട്ട് അത് നമ്മൾ ബൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പൈസകൾ മാത്രമേ ആവുള്ളൂ. ഓക്കെ, പിന്നെ മെഷീൻ ലേണിംഗ് ടെക്നിക്ക് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന ബിഗ്ക്വറി യൂസ് ചെയ്ത്. ഇത്രയൊക്കെയാണ് ബിഗ്ക്വറിൻ്റെ. ഇനി നമുക്ക് ബിഗ്ക്വറി പഠിച്ചാൽ, നമ്മളിപ്പോൾ ഒരു പുതിയ സ്കില്ല് പഠിച്ചാൽ നമ്മൾ ആദ്യം നോക്കില്ല അതിൻ്റെ സാലറി പ്രൈസ് എത്രയാണെന്ന്. അപ്പോൾ ഒരു ഇന്ത്യൻ സെനാരിയോയിൽ നമുക്ക് അതിൻ്റെ സാലറി ഏകദേശം നോക്കാം. ഓക്കെ, ഇന്ത്യൻ സെനാരിയോയിൽ ആവറേജ് സാലറി വരുന്നത് ഏകദേശം എൻട്രി ലെവലിൽ 4 ലക്ഷം to 6 ലക്ഷം വരെയാണ്. എന്നാൽ ഇതൊരു മിഡ് ലെവലാണ്. 2 to 5 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ 6 ലക്ഷം to 12 ലക്ഷം വരെ ആവും. ഓക്കെ, എന്നാൽ ഇത് തന്നെ ഒരു സീനിയർ ലെവലിലാണെങ്കിൽ 5 ലക്ഷം to സീനിയർ ലെവലാണ് മോർ ദാൻ 5 ഇയർ എക്സ്പീരിയൻസ് 12 ലക്ഷം to 20 ലക്ഷം വരെ ഇന്ത്യൻ സെനാരിയോ കിട്ടും. അപ്പോൾ ചില ആൾക്കാർക്ക് ഇന്ത്യയിൽ ജോലി ചെയ്യാൻ ഇഷ്ടമുണ്ടാവില്ല, അവർക്ക് മിഡിൽ ഈസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് മിഡിൽ ഈസ്റ്റിൽ ഇതിൻ്റെ സാലറി ലെവൽ എത്രയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, മിഡിൽ ഈസ്റ്റിൽ വരുന്നത് എൻട്രി ലെവലിൽ തന്നെ ഏകദേശം 18 ലക്ഷം to 26 ലക്ഷം വരെയാണ്. മിഡ് ലെവലാണെങ്കിൽ 26 ലക്ഷം to 45 ലക്ഷമാണ്. സീനിയർ ലെവലാണെങ്കിൽ 45 ലക്ഷം to 70 ലക്ഷം. എല്ലാവർക്കും താല്പര്യമില്ല അപ്പം ഇത് പഠിക്കാൻ. ഓക്കെ, അപ്പോൾ ഇനി ചില ആൾക്കാർക്ക് മിഡിൽ ഈസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല, യൂറോപ്പ് മതി എന്നാണ്. യൂറോപ്പിലാണെങ്കിൽ അവരുടെ സാലറി ലെവൽ സ്റ്റാർട്ടിങ് വരുന്നത് എൻട്രി ലെവലിൽ സ്റ്റാർട്ടിങ് ഏകദേശം 26 ലക്ഷം മുതൽ 39 ലക്ഷം വരെയാണ്. ഓക്കെ, അതേപോലെ തന്നെ മിഡിൽ ലെവലാണെങ്കിൽ 39 ലക്ഷം to 61 ലക്ഷം വരെ. സീനിയർ ലെവലാണെങ്കിൽ 61 ലക്ഷം to 88 ലക്ഷം വരെയാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് ബിഗ്ക്വറി. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ ബിഗ്ക്വറി പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന
നിങ്ങൾക്ക് ജോലി സാധ്യതകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കസ്റ്റമർ അനാലിസിസ് പർപ്പസിന് യൂസ് ചെയ്യുക. പിന്നെ അതേപോലെ മാർക്കറ്റിംഗ് ആൻഡ് ക്യാമ്പയിൻ ഒപ്റ്റിമൈസേഷൻ, മാർക്കറ്റിംഗ് ട്രെൻഡ് കണ്ടെത്താനൊക്കെ നമുക്ക് BigQuery യൂസ് ചെയ്തിട്ട് ഡാറ്റ അനലിസ്റ്റ് ചെയ്യാൻ പറ്റും. ഫിനാൻഷ്യൽ അനലിറ്റിക്സ് മറ്റും. ഓക്കെ. പിന്നെ അതുപോലെ ഓപ്പറേഷണൽ അനാലിസും ലോജിസ്റ്റിക്സ് ഏരിയയിലൊക്കെ. ഓക്കെ. പിന്നെ നമ്മളെ ഈ BigQueryൻ്റെ കോഴ്സ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ കോഴ്സിന് നമ്മളെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സീഡ് ഇന്റർനാഷണൽ പഠിപ്പിക്കുന്ന BigQueryൻ്റെ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്ലെക്സിബിൾ ആണ്, ഓൺലൈൻ ലേണിംഗ് ആണ്. നമ്മൾ സൂമിലാണ് ക്ലാസ് എടുക്കുന്നത്, ലൈവ് ക്ലാസ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ക്ലാസ്സിൻ്റെ ടൈമും കാര്യങ്ങളെല്ലാം കോർഡിനേറ്റർ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഓക്കെ. പിന്നെ ഏതെങ്കിലും കാരണവശാൽ ആർക്കെങ്കിലും ലൈവ് മിസ്സായാൽ റെക്കോർഡിംഗ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് നിങ്ങളെ മെൻറ്റർമാർ തരുന്നതാണ്. പിന്നെ ഗ്രൂപ്പിൽ മെൻറ്റർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലൈവ് ടൈമിൽ തന്നെ ക്ലാസ് 1 മണിക്കൂറാണ് നമ്മളെ ക്ലാസ് ഡ്യൂറേഷന്. പിന്നെ അതിന് ശേഷം ഒരു 10 to 15 മിനിറ്റ് നമുക്ക് ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ഉണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ചോദിക്കാവുന്നതാണ്. പിന്നെ അതിന് ശേഷം ഡൗട്ട് വരികയാണെങ്കിൽ ഒരു ദിവസം ഇടവിട്ടാണ് നമ്മളെ ക്ലാസ്സുകൾ ഉണ്ടാകുക. അപ്പം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പിൽ ചോദിക്കാം. പിന്നെ അവസാനം റിയൽ വേർഡ് നമ്മൾ ഓൾറെഡി നമ്മളെ കോഴ്സ് എല്ലാം ഓരോ തിയറീസും റിയൽ വേർഡ് എക്സാമ്പിൾ വെച്ച് ചെയ്യുന്നതാണ്. ഓക്കെ. പിന്നെ സർട്ടിഫിക്കേഷൻ ഉണ്ട്. സീഡ് ഇന്റർനാഷണൽ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യാൻ ആ സർട്ടിഫിക്കറ്റ് ഉപയോഗപ്പെടുത്തും. അപ്പം നമ്മളെ കോഴ്സിൽ എങ്ങനെ എൻറോൾ ചെയ്യാം? അപ്പോൾ ഇതിന് ഫീസ് വരുന്നത്, ഓഫർ ഫീസ് വരുന്നത് 4,999 രൂപയാണ്. ഓക്കെ. അത്രേ ഉള്ളൂ. ലൈവ് ക്ലാസ്സിൽ ഇങ്ങനെ ചെറിയ ഫീസിൽ നടത്തുന്ന ഇങ്ങനത്തെ കോഴ്സുകൾ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് ലൈവായിട്ട് ഇങ്ങനെ ചെറിയ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ. പിന്നെ എൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 2 months ആണ്. ഓക്കെ. പിന്നെ ഇനി ഇതിൻ്റെ കോഴ്സ് സിലബസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം എന്തെല്ലാം അതിൽ കവർ ചെയ്യുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ ഉൾപ്പെടുത്തുന്നത് BigQuery എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ, BigQuery എങ്ങനെ യൂസ് ചെയ്യാൻ എന്നുള്ളത് അതിൽ ഇതാക്കുന്നുണ്ട്. പിന്നെ ബേസിക് ക്വറി മുതൽ ഉണ്ട്, കണ്ടീഷണൽ ഓപ്പറേറ്റർ, ഫിൽറ്ററിങ്, ഡാറ്റ ഉണ്ട്, പിന്നെ മാച്ചിങ് സബ് ക്വറീസ് ഉണ്ട്, കണ്ടീഷണൽ ആൻഡ് അഗ്രിഗേഷൻ ഫംഗ്ഷൻ ഉണ്ട്, ജോയിൻസ് ഉണ്ട്, വിൻഡോസ് ഫംഗ്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ വ്യൂസ് ഉണ്ട്, CT ഉണ്ട്, DDL കമാൻഡും MySQL യൂസ് ചെയ്തിട്ടുള്ള DDL കമാൻഡ് പഠിപ്പിക്കുന്നു. DDL കമാൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഡാറ്റ അനാലിസിസിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ആവശ്യമില്ല, ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ക്രിയേറ്റ് ചെയ്ത ടേബിളിൽ അനാലിസിസ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി DDL കമാൻഡ് യൂസ് ചെയ്ത് MySQL നമ്മൾ ചെയ്യുന്നുണ്ട്. YAML കമാൻഡും ഉണ്ട്, ഡാറ്റ മോഡിഫിക്കേഷൻ ലാംഗ്വേജ് കമാൻഡ്സ്. പിന്നെ ഫൈനൽ പ്രൊജക്റ്റ് ഉണ്ട്. ഫൈനൽ റിയൽ വേർഡ് പ്രൊജക്റ്റ് നമ്മൾ പ്രസൻറ്റേഷൻ ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി എന്താ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ കോർഡിനേറ്റർമാരുമായിട്ട് ബന്ധപ്പെടാം. അവരുടെ ഡീറ്റെയിൽ സിലബസും കാര്യങ്ങളെല്ലാം അയച്ചു തരും. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. നമസ്കാരം.